മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം 2 കൊറിന്ത്യർ 12:10, 2 Corinthians chapter 12 verse 10. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമ്മിൽ പലരും പരിമിതമായ കഴിവുകൾ മാത്രമുള്ളവരാണ്. അത് നിമിത്തം ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. ബലഹീനനായവനെ ബലവാന്മാരാക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. പൗലോസ് ബലഹീനനായിരുന്നപ്പോൾ ശക്തനായിരുന്നു. വിശുദ്ധ പൗലോസ് ലോകം കണ്ടവരിൽ ഏറ്റവും പ്രഗത്ഭനായ ദൈവശാസ്ത്ര ചിന്തകനും സുവിശേഷകനുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അന്ത്യത്തോളം തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു മുള്ളുണ്ടായിരുന്നു. ദൈവകൃപ മതി എന്ന ദൈവശബ്ദമാണ് വിശുദ്ധ പൗലോസിന് ദൈവം ദാനം ചെയ്ത പ്രതിവിധി. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു എന്ന് മിസ്റ്റർ പൗലോസ് പറയുകയാണ്. തന്നിലുള്ള ബലഹീനത ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ തന്നെ നിർബന്ധിച്ചു. അത് വിജയത്തിന് കാരണമായി. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് ദൈവം തന്ന വലിയ ശക്തിയിൽ നമ്മെ ശക്തിപ്പെടുത്തും. ധാരാളം അബദ്ധങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത പത്രോസ് ബലഹീനനായിരുന്നു. ഈ ബലഹീനത മനുഷ്യൻ അപ്പസ്തോലന്മാരിൽ പ്രധാനിയും ഈശോയുടെ അടുത്ത ശിഷ്യനുമായി തീർത്തു. തോമസ് അവിശ്വാസിയായിരുന്നു. ശിഷ്യന്മാരിൽ ഏറ്റവും വിദൂര സ്ഥലത്ത് സുവിശേഷവുമായി പോയത് വിശുദ്ധ തോമസ് ആയിരുന്നു. തങ്ങളുടെ ബലഹീനതകളെപ്പറ്റി ബോധ്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ കുറവുകൾ മൂലധനമാണ്. ബലഹീനത ബലവാന്മാരാക്കുന്നതിന് ദൈവത്തിന് സന്തോഷം ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ബലഹീനതകളെ മൂലധനമാക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.